ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് ഇന്നലെ CCL കളി നടന്നായിരുന്നു. നമ്മൾ കളി കാണാൻ വേണ്ടി വന്നതാണ്. സോ കളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ഏർലി മോർണിംഗ് നമ്മൾ റിട്ടേൺ പാലക്കാടിന് പോവുകയാണ്. തൃശ്ശൂർ വരെ നമ്മൾ വന്ദേ ഭാരതിലാണ് പോകുന്നത്. വന്ദേ ഭാരതിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതി കയറുന്നത്. എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്, പ്രണവാണ്. പുള്ളിക്കാരൻ ഹോട്ടലിലെ ചെക്കൗട്ട് കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇപ്പോൾ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ യൂബറിൽ നേരെ റെയിൽവേ സ്റ്റേഷൻ. ഇനിയപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാം. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി ഗൈസ്. ട്രെയിൻ വരുന്നത് 5:15 ഇപ്പോൾ ടൈം ആക്ച്വലി 4:15. സോ ഓൾമോസ്റ്റ് 1 അവറിൻ്റെ അടുത്ത് ടൈമുണ്ട്. നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം, എറണാകുളം ടൗൺ, ഷൊർണൂർ ജംഗ്ഷൻ വഴി കാസർഗോഡ് വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 5:15 പുറപ്പെടും. യാത്രിയോ നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് C3 ആണ്. C3യിൽ നമ്മൾ കയറി. ആദ്യമായിട്ടാണ് ഞാൻ വന്ദേ ഭാരതി കയറുന്നത്. കയറി ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. കൊള്ളാം, ഒരു ചെറിയൊരു ഫ്ലൈറ്റിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. സോ ഇതാണ് നമ്മുടെ സീറ്റ്. 21, 22. അതിൽ വിൻഡോൻ്റെ അടുത്ത് വേറൊരാളാണ്. ഓക്കെ, യു ക്യാൻ കീപ് ദ ലഗേജ് ഹിയർ. നമ്മളിപ്പോൾ ഒന്ന് വാഷ്റൂം കണ്ടിട്ട് വരാമെന്ന് വെച്ചു. ഇവിടെ വ്യക്തമായി എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. വെസ്റ്റേൺ സ്റ്റൈൽ, അതുപോലെ ഇപ്പുറത്ത് ഇന്ത്യൻ സ്റ്റൈൽ. ഏതാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്യാം. ഈസി ആയിട്ട് തുറന്നൊന്നും നോക്കാതെ തന്നെ. ഇവിടെ കയറുമ്പോൾ തന്നെ കാണാം നല്ലൊരു വാഷ് ബേസിൻ, കൊള്ളാം. അതുപോലെ ടോയ്ലറ്റെല്ലാം നല്ല ക്ലീൻ ഉണ്ട്. അതുപോലെ ടിഷ്യൂ എല്ലാം നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. വാഷ്റൂം എന്തായാലും കൊള്ളാം, അടിപൊളി. അതുപോലെ ഇതിൻ്റെ ബോഡിയെല്ലാം അടിപൊളി, നല്ല ഫിനിഷിങ്ങിലാണ്. ഐ മീൻ ഫൈബർ പാർട്സ് നമ്മുടെ ദുബായ് മെട്രോയിലൊക്കെ കാണുന്ന പോലെ ഉള്ള ഫീലായിരുന്നു എനിക്ക് തോന്നിയത് ഇൻറ്റീരിയേഴ്സ്. പിന്നെ അത്യാവശ്യം എല്ലാ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. CCTV, അതുപോലെ ലെഫ്റ്റ് സൈഡ് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിനിഷിലുള്ള പാൻട്രി, എല്ലാം നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. സീറ്റിങ് പ്രത്യേകിച്ച് പറയണം, പുഷ് ബാക്ക് സീറ്റാണ്. എല്ലാം കൊണ്ടും നല്ല കംഫർട്ട്ലി ട്രാവൽ ചെയ്യാൻ കഴിയും. ഞാൻ തിരിച്ച് സീറ്റിലെത്തി. ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കാല് വെക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം കംഫർട്ടുള്ള ഇതുണ്ട്. ലൈക്ക് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മുകളിൽ നിന്ന് ജസ്റ്റ് താഴേക്കാക്കി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവും. അതുപോലെ നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന പോലെ ഒരു ടേബിൾ ജസ്റ്റ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. ലാപ്ടോപ്പും അതുപോലെ ഫുഡൊക്കെ നമുക്ക് സെർവ് ചെയ്യാനായിട്ടുള്ളൊരു ജസ്റ്റ് ടേബിൾ ഓപ്ഷൻ കഴിഞ്ഞ്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞതും ന്യൂസ് പേപ്പറെല്ലാം കൊണ്ട് തന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ന്യൂസ് പേപ്പറായിരുന്നു. കൊള്ളാം, എല്ലാ പാസഞ്ചേഴ്സിനും കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ പേപ്പറൊക്കെ ജസ്റ്റ് വാങ്ങിച്ച് വെച്ചു. കുറച്ച് വർക്ക് ഉണ്ട്, കുറച്ച് ഫയൽസ് കോപ്പി ചെയ്യാനും പരിപാടിയും അങ്ങനെയുള്ള കുറച്ച് എഡിറ്റിംഗ് വർക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് തൃശ്ശൂർ വരെയാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ വർക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാമെന്ന് കരുതി. നേരം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതും TT വന്നു. ജസ്റ്റ് ചെക്കിംഗ് ആണ്. സോ അങ്ങനെ ID ഒക്കെ കണ്ടതും പുള്ളിക്കാരൻ ജസ്റ്റ് വാങ്ങിച്ച് ചെക്ക് ചെയ്ത് പോയി. പിന്നെ അത് കഴിഞ്ഞത് നമുക്ക് ടീ ടൈമായി. ടീ ടൈമിന് നമുക്ക് ഓരോ ബിസ്ക്കറ്റും അതുപോലെ ഒരു ഏലാച്ചിയുടെ ഒരു ടീ ഫ്ലേവറാണ് വന്നത്. കുക്കീസ്, അതുപോലെ ഏലാച്ചി ഫ്ലേവർ ടീ പൗഡറാണ്. പിന്നെ നമുക്ക് അതിനോടൊപ്പം ഒരു മെനു കാർഡ് ഉണ്ട്. മെനു കാർഡിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് വേറെ എന്തെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു സാനിറ്റൈസർ കൂടി ഉണ്ടായിരുന്നു. നല്ല ടീ വന്നു. ഞങ്ങൾ ടീ എല്ലാം കുടിച്ചു. പിന്നെ കോട്ടയൊക്കെ കഴിഞ്ഞപ്പം ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഒരു ഉഴുന്നുവട, ഒരു ജ്യൂസ്, പിന്നെ അപ്പം, കടലക്കറി, കേസരി. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴേക്കും തന്നെ തൃശ്ശൂർ എത്തിയത് തന്നെ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. നല്ല കംഫർട്ടായിരുന്നു. ഓവറോൾ വന്ദേ ഭാരതിലെ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. നല്ല ഫുഡായിരുന്നു. സാധാരണ ട്രെയിനിൽ കിട്ടുന്ന പോലത്തെ ഫുഡേ അല്ല, നല്ല ഫുഡായിരുന്നു.
അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അതുവരെ